മലേഷ്യൻ ടൂറിൻ്റെ 5-ാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ നേരെ പോകുന്നത് മലാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. KL സെൻട്രലിൽ നിന്ന് ബസ് ഏകദേശം 2.5 മണിക്കൂറാണ് ദൂരമുള്ളത്. അങ്ങനെ 9.5 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡും കഴിച്ച് 14 റിംഗിറ്റ് കൊടുത്ത് ഗ്രാബും വിളിച്ച് നേരെ KLIA ട്രാൻസിസ്റ്റ് TBS ബസ് സ്റ്റേഷനിലേക്ക് എത്തി. KL നിന്ന് മലാക്കയിലേക്ക് ട്രെയിൻ സർവീസ് ഇല്ല, ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. ഈ വിശാലമായി കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. ഇവിടെ ഒരുപാട് സെൽഫി ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ പോയി 36 റിംഗിറ്റ് കൊടുത്തിട്ട് മലാക്കയിലേക്ക് ടിക്കറ്റ് എടുത്തു. 11 മണിക്കാണ് നമ്മളെ ബസ് ടൈം. എയർപോർട്ടിലെ പോലത്തെ ഒരു സെറ്റപ്പ് അതിനകത്തൂടെ കാണുന്നത്. അങ്ങനെ ഗേറ്റ് 2 നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ആക്കി. അങ്ങനെ ഞങ്ങൾ 3 പേരും ബസ്സിൽ കയറിയിരുന്നു. 2.5 മണിക്കൂറാണ് മലാക്കയിലേക്കുള്ള ദൂരം. അങ്ങനെ കുറേ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് 1.5 മണിയാകുമ്പോഴേക്ക് മലാക്ക സെൻറ്ററിലേക്ക് നമ്മളെത്തി. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ച് സ്ക്വയർ ആണ്. അടുത്തേക്ക് നമ്മൾ ഗ്രാബ് വിളിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 13 റിംഗിറ്റാണ് ഗ്രാബിൻ്റെ ചാർജ് ചെയ്യുന്നത് ഇവിടത്തേക്ക്. മലാക്കയിൽ കാര്യമായി കാണാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി, ഗോവ, പോണ്ടിച്ചേരി പോലത്തെ നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളിലുള്ള പോലെ തന്നെ ചരിത്രപ്രധാനമായ കാര്യങ്ങളാണ്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ചരിത്രപ്രധാനമായ അവശേഷിപ്പുകളാണ് ഇവിടെ പ്രധാനമായും കാണാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഡച്ച് സ്ക്വയറിലെത്തി. പുരാതനമായിട്ട് ഡച്ചുകാർ നിർമ്മിച്ച ക്രിസ്ത്യൻ ചർച്ചും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിൽ നല്ല വൃത്തിയുള്ള ഏരിയ, അതുപോലെ തന്നെ ഒരുപാട് ഗാർഡൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 183 വർഷത്തോളം ഡച്ചുകാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഇതൊരു ഹിസ്റ്റോറിക്കൽ സിറ്റി കൂടിയാണ്. ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. 1511 മുതൽ 1641 വരെ പോർച്ചുഗീസുകാരുടെ കയ്യിലാണ് ഉണ്ടായത്. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1825 വരെ ഡച്ചുകാരുടെ കയ്യിലാണ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായി. അതിനുശേഷം 1957 മുതൽ 1963 വരെ ഫെഡറേഷൻ ഓഫ് മലായ് രൂപപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം അധിനിവേശ ശക്തികളുടെ കയ്യിലായിരുന്നു മലേഷ്യൻ്റെ ഭരണം. മലേഷ്യയിലെ മൊത്തത്തിൽ ജനങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെ കുടിയേറിപ്പുറത്ത് ഒരുപാട് മനുഷ്യന്മാരെ കാണാൻ പറ്റും. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളും കാര്യങ്ങളായിട്ടുള്ളൊരു ഈ ഒരു ഫുഡ് സ്ട്രീറ്റാണ് ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കുറച്ചും കൂടെ എത്തിക്കഴിഞ്ഞാൽ കുറേ ഹോട്ടൽസും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കണ്ട് ഒന്ന് നടക്കാൻ പറ്റുന്നൊരു ഏരിയ ആണിത്. ജോങ്കർ വാക്ക് എന്നുള്ള പേരിലൊരു വാക്കിംഗ് സ്ട്രീറ്റ് കൂടിയാണിത്. അപ്പം അങ്ങനെ ഈ ഒരു ഏരിയയിലൊക്കെ കണ്ട് നടന്ന് പിന്നെ ഉച്ച സമയമായി. ഇപ്പം നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇപ്പം മലേഷ്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഇതും കൂടെ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് കയറി. അങ്ങനെ മെനു നമ്മളെ കയ്യിൽ കിട്ടി. ഒരുപാട് രുചിയില്ലാത്ത ഒരുപാട് ഫുഡിൻ്റെ പേര് കണ്ടുകൊണ്ട് തന്നെ കറക്കി കുത്തിയൊരു ഫുഡിൻ്റെ ഓർഡർ നമ്മൾ കൊടുത്തു. ഏതൊരു നാടും പരിചയപ്പെടുന്നതോടൊപ്പം അവിടുത്തെ നാടിൻ്റെ സംസ്കാരവും ആ നാടിലെ ഭക്ഷണങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതും കൂടി യാത്രയുടെ ഭാഗമാണല്ലോ. ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ അതിനകത്തുള്ളത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡാണ് ഇവിടുത്തെ ബില്ലിങ് സിസ്റ്റം എല്ലാം. അവിടെ ഫുഡിന് നമുക്ക് ടോട്ടൽ ആയത് 72 റിംഗറ്റാണ്. അങ്ങനെ പേയ്മെൻറ്റും ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി. ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ നല്ല മിററുണ്ട്. അതുപോലെ തന്നെ മരങ്ങളെല്ലാം കാണുന്നുണ്ട് എടുക്കാൻ. അങ്ങനെ ഭക്ഷണം കയ്യിൽ കിട്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെമ്മീൻ, മുട്ട, പച്ചിറച്ചി, നത്തൽ, അങ്ങനെ ഒരു പരസ്പര ബന്ധമില്ലാത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടും കൽപ്പിച്ച് ഇത് നമുക്ക് കഴിക്കാൻ തുടങ്ങി. ഇതാണ് മലേഷ്യൻ ഫുഡായിട്ടുള്ള നാസി ലമക്ക്. ഈ ഫുഡ് ഇങ്ങനെ കാണാൻ പറ്റും. ചിക്കൻ ഉണ്ട്, നത്തലുണ്ട്, കടലയുണ്ട്, ചോറുണ്ട്, മുട്ടയുണ്ട്, കക്കരി, അച്ചാർ, പിന്നെ നാരങ്ങ, എല്ലാം മിക്സാണ്. ഇതിൽ ആ പച്ച ഇറച്ചി മാത്രം ഒരു പീസ് മാത്രം കഴിച്ച സമയത്ത് പിന്നെ കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് അവിടെ മാറ്റി വെച്ച് ബാക്കിയൊക്കെ നമ്മൾ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ടൂറിസ്റ്റിനെ ആകർഷിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സൈക്കിൾ റിക്ഷ പോകുന്നുണ്ട്. പല കളറിലായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതിനകത്ത് സോങ്ങും വെച്ചുകൊണ്ടാണ് ഈ സൈക്കിൾ റിക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് പിന്നെ പഴയ കോട്ടകളും പീരങ്കികളായിട്ടുള്ള പഴയ അവശേഷിപ്പുകളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം കണ്ട് നടന്ന് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ മ്യൂസിയം ഉണ്ട്. പിന്നെ അതിൻ്റെ പുറത്തായിട്ട് പഴയ ട്രെയിനിൻ്റെ മോഡലുകളും കാര്യങ്ങളെല്ലാം പുറത്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇപ്പുറത്ത് തന്നെ പഴയ ഒരു കോട്ടൻ്റെ ഒരു അവശേഷിപ്പുണ്ട്. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ടൂറിസം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി പോകാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സൈഡ് ഡൗൺ ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്.
എടുത്ത് നമ്മൾ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 റിങ്കിറ്റാണ്. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറി. വളരെ കൗതുകകരമായി തോന്നിക്കുന്ന തരത്തിൽ എല്ലാം നേരെ തലകീഴായി നിൽക്കുന്ന ഒരു സംഭവം ഇതിനകത്തുള്ളത്. അതായത് നമ്മളൊരു വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം നേരെ ഓപ്പോസിറ്റ് തലൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ടും ഫോട്ടോസ് എടുത്ത് എല്ലാ ഏരിയ ഉണ്ട് ഒരു വീട്ടിൻ്റെ. ബാത്റൂമായിട്ടുള്ള ഏരിയ, അതുപോലെ തന്നെ ഹാള്, പിന്നെ അതുപോലെ തന്നെ ബെഡ്റൂം, അങ്ങനെയെല്ലാം ഓരോ സ്ഥലത്ത് നമുക്ക് വ്യത്യസ്തമായ തരത്തിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആയിഷാവും ഷോയിലെല്ലാം കൂടി നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് അത്യാവശ്യം ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടിയത്. ഇതിനകത്ത് ഒരു കൗതുകം തോന്നിക്കുന്ന തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരമായി. നമുക്ക് നേരെ പോകേണ്ടത് മസ്ജിദ് സലാത്തിലേക്കാണ്. ഇപ്പോൾ 6 റിങ്കറ്റ് കൊടുത്തിട്ട് നേരെ ഗ്രാബിൽ അങ്ങോട്ടേക്ക് പോയി. ആ മസ്ജിദ് സലാത്തിന് മുമ്പിലെത്തി. ഇതാണ് ആ മസ്ജിദിൻ്റെ രൂപം വരുന്നത്. ഒരു കടലിടുക്കിനോട് ചേർന്ന് നടക്കുന്ന മനോഹരമായൊരു മസ്ജിദായി കാണുന്നത്. തൊട്ടരുവത്തായിട്ട് വലിയൊരു മിനാരം കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നല്ല വിശാലമായൊരു ഏരിയ. ആ പുറത്തുനിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ മസ്ജിദിനകത്ത് കയറി. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ നേരെ പുറം ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വിശാലമായൊരു ഏരിയ കിട്ടും. ഒരു ശാന്തമായൊരു കടലാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. വേലിയേറ്റം വേലിയിറക്ക സമയത്തൊക്കെ വ്യത്യസ്തമായ കാഴ്ചയാണ് ഉണ്ടാവല്. അങ്ങനെ നേരം ഏകദേശം സന്ധ്യാവാനായി. നമുക്കിങ്ങനെ തിരിച്ചു പോകേണ്ടതുണ്ട്. ബസ്സിനാന്നല്ല പോകേണ്ടത്, ട്രെയിൻ സർവീസ് ഇല്ല. അപ്പം ബസ്സിന് നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചെറിയൊരു അമളി പറ്റിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആസ്വാദനത്തിനിടയിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ ബസ് ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര തിരക്കും കാര്യങ്ങളുണ്ട് അവിടെ. രാവിലെ 5 മണിക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് മലാക്ക സെൻറ്ററിൻ്റെ അടുത്തായിട്ട് റൂമുണ്ട്. ആ റൂമിൽ നമ്മൾ താമസിച്ചതിന് ശേഷം രാവിലെ തിരിച്ച് പുറപ്പെട്ടു. 90 റിങ്കറ്റാണ് ഇടുന്ന റൂം ചാർജ് നമുക്കായത്. അങ്ങനെ മലേഷ്യൻ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഒരു ദിവസം കൊണ്ട് 6ാമത്തെ ദിവസം. വീഡിയോ ഇഷ്ടപ്പെടുന്നു തരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.